+1 അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്തതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അക്ഷയ സെൻറ്റർ വഴി ആപ്ലിക്കേഷൻ പൂരിപ്പിച്ച് നൽകുന്ന സമയമാണ്. ഓൺലൈനായി ആപ്ലിക്കേഷൻ പൂരിപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ 3-ാം തീയതിയാണ്. അതിനാൽ അവസാന ദിവസത്തേക്ക് മാറ്റിവെക്കാതെ കഴിവതും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓൺലൈനായി ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചതിന് ശേഷം +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത നടപടിക്രമങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 8-ാം തീയതി +1 ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾ hscap.kerala.gov.in എന്ന പോർട്ടൽ വഴി നിങ്ങളുടെ യൂസർ നെയിം, അതായത് ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ പാസ്വേഡ്, പിന്നെ നിങ്ങൾ ഏത് ജില്ലയാണോ നൽകിയത് ആ ജില്ലയും നൽകി ലോഗിൻ ചെയ്ത് റിസൾട്ട് പരിശോധിക്കുക. അങ്ങനെ പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന സ്കൂളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതെന്ന് ഉറപ്പിക്കരുത്. കാരണം ഇത് വെറും ട്രയൽ മാത്രമാണ്, ഫൈനൽ അല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് നിങ്ങൾ നൽകിയിരിക്കുന്ന അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ തിരുത്തണം അല്ലെങ്കിൽ മാറ്റണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ തിരുത്താവുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ പേര് വന്നില്ലെങ്കിൽ നിരാശരാവേണ്ട യാതൊരു കാര്യവുമില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ടിനായി മുമ്പ് പറഞ്ഞതുപോലെ hscap.kerala.gov.in സന്ദർശിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ശേഷം യൂസർ നെയിമും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒന്നാമത്തേത്, അലോട്ട്മെൻറ്റ് ലഭിച്ചവർ അലോട്ട്മെൻറ്റ് ലെറ്ററുമായി അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ രക്ഷകർത്താവിനോടൊപ്പം ആവശ്യമായ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതാണ്. രണ്ടാമത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളല്ല, പകരം നിങ്ങൾ 5ാമത് നൽകിയ സ്കൂളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതെന്ന് വിചാരിക്കുക. നിങ്ങൾ തീർച്ചയായും ആ സ്കൂളിൽ ചെന്ന് ടെമ്പററി അഥവാ താൽക്കാലികമായി അഡ്മിഷൻ എടുക്കുക. അങ്ങനെ ചെയ്താൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആദ്യത്തെ ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി താൽക്കാലികമായി അഡ്മിഷൻ എടുക്കാതെ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായി കാത്തിരുന്നാൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് ചിലപ്പോൾ പുറത്താവാം, അഡ്മിഷൻ പോലും ചിലപ്പോൾ ലഭിക്കാതെ വരാം. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിക്കുന്ന സ്കൂൾ നിങ്ങൾക്കിഷ്ടമുള്ളതാണെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, സീറ്റ് കിട്ടുമോ എന്നുള്ള ആശങ്കയൊന്നും വേണ്ട. കാരണം 3 മെയിൻ അലോട്ട്മെൻറ്റുകളും പിന്നീട് സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളും സ്പോട്ട് അഡ്മിഷനും ഉണ്ടായിരിക്കുന്നതാണ്. അതിനാൽ ആരും ആശങ്കപ്പെടേണ്ടതില്ല. ഓൾ ദ ബെസ്റ്റ്.